ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിഷാസ് ഫ്ലേവേഴ്സ്. ഇന്ന് ഞാൻ പഴംപൊരിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നമുക്ക് ചായക്കടയിലൊക്കെ കിട്ടുന്ന അതേ രീതിയിലുള്ള ഒരു പഴംപൊരിയുടെ റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ബൗൾ എടുത്ത ശേഷം അതിലേക്ക് 1.5 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി. പിന്നെ അതിലേക്ക് ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 കപ്പ് മൈദയ്ക്ക് ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ 1 കപ്പ് മൈദയാണ് എടുക്കുന്നതെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരമൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഒരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു വിസ്കോ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ബാറ്ററിന് വേണ്ടത്. അധികം ലൂസ് ആവാനും പാടില്ല, അധികം തിക്കാവാനും പാടില്ല. എന്നാലേ പഴം അതിൽ കറക്റ്റായിട്ട് കോട്ട് ചെയ്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാൻ പറ്റും. ഇനി ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ്, ഒരു 1/4 ടീസ്പൂണിനേക്കാളും താഴെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കറുത്ത എള്ള് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പം പഴംപൊരിക്കുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു 15 മിനിറ്റ് നേരം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇവിടെ 4 മീഡിയം വലുപ്പത്തിലുള്ള പഴമാണ് എടുത്തിട്ടുള്ളത്. പഴം ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. വലിയ പഴമാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നടുഭാഗം മുറിച്ചതിന് ശേഷം എടുത്താൽ മതി. അപ്പോൾ ഇത് അധികം വലിപ്പമില്ലാത്ത പഴമായതുകൊണ്ടാണ് ഞാൻ ഒരു പഴം മുഴുവനായിട്ട് സ്ലൈസ് ആക്കി എടുക്കുന്നത്. ഇനി നമുക്ക് പഴംപൊരി ഉണ്ടാക്കാം. അപ്പോൾ പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ എടുക്കണമെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം വേണം നമ്മൾ പഴം ബാറ്ററിൽ മുക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കാൻ. മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ സ്റ്റവ് കത്തിച്ചിട്ടുള്ളത്. അപ്പം പഴം ഓരോന്നായിട്ട് നമുക്ക് ബാറ്ററി ഡിപ്പ് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് നന്നായിട്ട് ആയതിനു ശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം പഴംപൊരിയുടെ 2 സൈഡും വെന്തിട്ടുണ്ട്. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്ത് മാറ്റാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ള പഴവും ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കുക. 4 മണി പലഹാരമായിട്ട് നമുക്കിത് കഴിക്കാം ചായയോടൊപ്പം. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.